അല്ലു ഫാമിലി അമ്മയും മക്കളും എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ പറയാം, എൻ്റെ ഈ ചെറിയ ചാനലിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. ഇനിയും ചാനലിലെ വീഡിയോസ് എല്ലാം കണ്ട് എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നമ്മളെപ്പോഴും നമ്മുടെ ഫാമിലി, അത് ചെറുതായാലും വലുതായാലും അല്ല 10 കോഴിയെ വളർത്തുന്നതായാലും അവിടെ നമ്മൾ ഏറ്റവും അത്യാവശ്യമായിട്ട് കരുതി വെക്കേണ്ട ഒരു ആൻറ്റിബയോട്ടിക്കിനെ കുറിച്ചാണ്. അപ്പോൾ അത് ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ ഒരു ആൻറ്റിബയോട്ടിക്കിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലരും എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, ആ മരുന്ന് മെഡിക്കൽ സ്റ്റോറിൽ ചോദിക്കുമ്പോൾ കിട്ടുന്നില്ല എന്നൊക്കെ പലരും പരാതി പറഞ്ഞു. അപ്പോൾ അതിന് പകരമല്ല, അതേപോലെ തന്നെ എഫക്റ്റ് ഉള്ള നല്ലൊരു ആൻറ്റിബയോട്ടിക് നമ്മളെ കോഴികൾക്കുണ്ടാവുന്ന എല്ലാ അസുഖത്തിനും ഉള്ള ഒരേ ഒരു മെഡിസിനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ല ആൻറ്റിബയോട്ടിക്കിനെ കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് നിങ്ങൾ കാണണം. നമ്മളെല്ലാ മരുന്നും വാങ്ങിച്ച് കോഴികൾക്ക് കൊടുത്ത് പണി വാങ്ങിക്കാതെ നമുക്ക് കോഴികൾക്ക് കൊടുക്കേണ്ട മരുന്ന് ഏതാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി ഒരു മരുന്ന് നമ്മൾ എപ്പോഴും നമ്മളെ ഫാമിൽ കരുതേണ്ട ഒരു മരുന്നാണിത്. നമ്മളെ കോഴികൾക്ക് ഉണ്ടാവുന്ന എല്ലാ അസുഖത്തിനുമുള്ള ഒരു മരുന്നാണിത്. പ്രധാനമായിട്ടും കോഴികൾക്ക് ഉണ്ടാവുന്ന തൂങ്ങി നിൽപ്പ്, അതൊരു അസുഖമല്ല, ഒരു അസുഖത്തിൻ്റെ ലക്ഷണമാണ്. അപ്പോൾ നമ്മൾ ഈ ശ്വാസതടസ്സം പോലെയുള്ള അസുഖം, അപ്പോൾ അങ്ങനെയുള്ള അസുഖങ്ങൾക്ക് ഈ മരുന്ന് കൊടുക്കും. അപ്പോൾ മരുന്ന് ഏതാണെന്ന് നോക്കാം. ഇതാണ് ആ മരുന്ന്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ഈ മരുന്ന് മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് വാങ്ങിച്ച് നമ്മുടെ ഫാമിൽ സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. എപ്പോൾ അസുഖം വരുന്നു അപ്പോൾ ഈ മരുന്നിൽ നിന്ന് വലിയ കോഴിയാണെങ്കിൽ 3 തുള്ളി കോഴികൾക്ക് കൊടുക്കണം. ചെറിയ കോഴിയാണെങ്കിൽ ഒരു തുള്ളി അല്ലെങ്കിൽ 2 തുള്ളി മാത്രം കൊടുത്താൽ മതി. ഇതിൻ്റെ വില വരുന്നത് 179 രൂപയാണ്. ആശ്വാസ് പോലുള്ള മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഇത്രയും വില കൊടുക്കേണ്ടതായിട്ട് വരത്തില്ല. ഒരു 150 രൂപയ്ക്കൊക്കെ ഈ മരുന്ന് കിട്ടും. അപ്പോൾ ഇതൊരു കുപ്പി മരുന്ന് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് നാൾ ഉപയോഗിക്കാൻ വരും. നിങ്ങൾക്ക് ഒരുപാട് കോഴികളില്ല എന്നുണ്ടെങ്കിൽ, പിന്നെ നമ്മുടെ ഫാമിനകത്ത് ഒരുമിച്ച് കിടക്കുന്ന കോഴികളാണ് എന്നുണ്ടെങ്കിൽ, അതിലൊരു കോഴിക്ക് അസുഖം വന്നാൽ തീർച്ചയായിട്ടും അതിനെ മാറ്റിയിട്ടിട്ട് ബാക്കിയുള്ള കോഴികൾക്ക് ഇത് വെള്ളത്തിൽ ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് 10 ലിറ്ററിൻ്റെ ഒരു വെള്ളത്തിൻ്റെ ക്യാൻ ഒരു 10 ലിറ്ററിൻ്റെതാണ് എങ്കിൽ അതിലൊരു 5 ml മരുന്ന് ഒഴിച്ച് അത് കോഴികൾക്ക് 3 ദിവസം കുടിക്കാനായിട്ട് കൊടുക്കണം. 3 ദിവസം കൊണ്ട് അതിൻ്റെ ഒരു ചടഞ്ഞുകൂടി നിൽപ്പൊന്നും മാറിയില്ല എന്നുണ്ടെങ്കിൽ 5 ദിവസത്തേന് ആ മരുന്ന് കൊടുക്കണം. പിന്നെ നമ്മൾ അസുഖമായിട്ട് മാറ്റിയിട്ട കോഴിക്ക് വെള്ളത്തിൽ ചേർക്കേണ്ട, അത് വെള്ളത്തിൽ ചേർക്കാതെ തന്നെ അതിന് 3 തുള്ളി രാവിലെയും വൈകുന്നേരവും 3 ദിവസം കൃത്യമായിട്ട് കൊടുക്കണം. കോഴികൾക്കുണ്ടാവുന്ന ഒരുവിധപ്പെട്ട എല്ലാ അസുഖത്തിനും കൊടുക്കാവുന്ന ഒരു നല്ല ആൻറ്റിബയോട്ടിക്കാണിത്. ഇത് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഫാമിൽ കരുതി വെക്കേണ്ടതാണ്. നമ്മൾ ശ്രദ്ധയോടെ കോഴികൾക്ക് കൊടുക്കേണ്ടുന്ന മരുന്നുകൾ മനസ്സിലാക്കി നമ്മൾ വാങ്ങിച്ച് സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് നഷ്ടം വരും. ഫാം എന്ന് പറയുമ്പോൾ, ഒരു കോഴി ഫാം എന്ന് പറയുമ്പോൾ കോഴികൾക്ക് പെട്ടെന്ന് അസുഖം വരും. മഴക്കാലത്തൊക്കെ വളരെ വേഗം അസുഖം വരുന്ന ഒരു സ്വഭാവക്കാരാണ് കോഴികളെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള ആൻറ്റിബയോട്ടിക് ഒരുപാടുണ്ട്. ഏതെങ്കിലുമൊക്കെ വാങ്ങിച്ചു വെച്ചെന്ന് പറഞ്ഞ അസുഖം കുറയത്തില്ല. കർഷകർക്ക് ഉപയോഗിച്ച് നല്ല റിസൾട്ട് കിട്ടിയ ആൻറ്റിബയോട്ടിക്കുകൾ ഞാൻ ഉപയോഗിച്ച് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒരു മരുന്നാണിത്. അതുകൊണ്ടാണ് നിങ്ങൾക്കും അത് പറഞ്ഞു തരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വാങ്ങിച്ചത് സൂക്ഷിച്ചു വെക്കണം. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാകുന്ന പൈസയ്ക്ക് വിലയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു കോഴി പോലും നഷ്ടപ്പെട്ടു പോകരുതേ എന്ന പ്രാർത്ഥനയോടെ തന്നെ നമുക്ക് ഇതുപോലുള്ള മെഡിസിനൊക്കെ വാങ്ങിച്ച് സൂക്ഷിച്ചു വെച്ചാൽ നമ്മുടെ കോഴികൾക്കുള്ള മുഴുവൻ അസുഖങ്ങളും മാറ്റിയെടുക്കാം. ഓക്കെ.